ഇന്ന് 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ. ഇന്നലെയോ മിന്നാന്നോ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. അല്ലാഹുവേ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവിടെ നിന്നതാ സ്കൂളിന്റെ പിന്നാമ്പറത്തേക്ക് പോയിട്ട് അവിടെ ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ട്. അവരുടെ കൂടെ പഠിക്കുന്നവരാ, അതിന് കൂടെ നിൽക്കുന്ന ചില സഹോദരികളാകുന്ന മക്കളുമുണ്ട്. അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയോ, അവിടെ നിന്ന് ചുടുചുംബനം കൊടുക്കുകയോ. അല്ലാഹു നമ്മുടെ മക്കളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെ നിന്നതാ സെന്റ് ഓഫ് കടന്നു വരികയാണല്ലോ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ അതിനെ വിമർശിക്കുകയല്ല. പക്ഷേ രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതും നമ്മുടെ മക്കളെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുന്ന സമയത്ത് വാ പൊളിച്ചുകൊണ്ട് കരയേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുകയാ. പ്രിയപ്പെട്ടവരെ, സെന്റ് ജോഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവര് എന്തെല്ലാം തോന്നിവാസങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയല്ലേ, മാത്രമല്ല ആടിത്തമർക്കുകയല്ലേ. ഉമ്മ എന്തെങ്കിലും സെന്റ് ജോഫിന്റെ പേര് പറഞ്ഞിട്ട് വസ്ത്രം മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കണ്ടതോ. സെന്റ് ജോഫിന്റെ കാര്യം പറഞ്ഞിട്ട് ഉമ്മ ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കയറെടുത്തുകൊണ്ട് തൂങ്ങുകയല്ലേ. ഉമ്മാനെ ഭീഷണിപ്പെടുത്തുകയാണ്, വാപ്പാനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇന്ന വസ്ത്രം എനിക്ക് മേടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പറയുകയോ, അല്ലെങ്കിൽ നരമ്പ് മുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്ന കാലമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരോ മുഅ്മിനോടും മുഅ്മിനാത്തുകളോടും പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ സപ്പോർട്ടായി നിൽക്കണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ഫുഡ് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവന്റെ ആങ്ങളയല്ല അവന്റെ കൂടെയുള്ള, അവളുടെ കൂടെയുള്ളത് അവളുടെ ഭർത്താവല്ല അവളുടെ കൂടെയുള്ളത് ഏതോ ഒരു വാപ്പാടെ, ഏതോ ഒരു ഉമ്മാടെ മോന്റെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ പരസ്പരം ലിപ്ലോക്കിലേക്ക് വരുന്ന കാലമല്ലേ. നാണമില്ലാതെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന കാലമല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ മക്കളെ നിങ്ങളെ പറഞ്ഞയക്കുമ്പോ എന്റെ മോള്, എന്റെ മോന് ഇതിലൊരു സുരക്ഷിതത്വമുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകണേ. അല്ലാഹു മനസ്സിലാക്കാ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.